ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥയുടെ നായകൻ ഈ മാംഗോ ചില്ലീൻ്റെ ഓൾക്കാണ് കേട്ടോ. ഏതൊരു സദസ്സിലും മദ്യം വേണ്ടാന്ന് ധൈര്യമായിട്ട് പറയുന്ന ആളാണ് ഞാൻ. ഈ ഉത്രാടം തിരുവോണത്തിലൊക്കെ ഓരോരുത്തരും എൻ്റെ കൈ കൂടി കൊണ്ടുവന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് ടച്ചിങ്സ് കഴിച്ച ഒരാളായി ഞാൻ ഇന്ന്. ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് കാരണം ബിവറേജിൽ പോവുകയും ബിവറേജിൻ്റെ പ്രീമിയത്തിൽ പോയിട്ട് ഞങ്ങളത് അരിച്ച് പറക്കി കേട്ടോ. ഓടുക്ക് അവിടുത്തെ ചേച്ചി പറഞ്ഞു, മക്കളെ അത് പ്രീമിയത്തിലില്ല, ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്ന് കേട്ടിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ക്യൂവിൽ നിന്ന് ഒരു 500 ലിറ്ററിൻ്റെ മാംഗോ ചില്ലി മേടിച്ചു കേട്ടോ. ഈ ഓൾക്കൊക്കെ ഏകദേശം 460 രൂപയാണ് ബില്ല് വന്നത്. ഈ സാധനത്തിൻ്റെ സ്മെല്ല് എനിക്ക് ഓക്കെ ആയിട്ടില്ല. ഇത് കഴിക്കൂല എന്ന് അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാണ് ഞാൻ വണ്ടി കയറിയത്. പക്ഷേ ഇത് കഴിച്ച രീതി, അതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ ഇതിൻ്റെ ഫാനായിട്ട് പറയട്ടെ. ഇത് എങ്ങനെയാണ് കഴിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളിതിൽ തണുത്ത ലെയിം ഒഴിച്ചിട്ട് കഴിച്ച്. ഏകദേശം നിങ്ങളെല്ലാവരും മുന്നേ കഴിച്ചു കാണും. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതേപോലെ ഗ്ലാസ്സിൽ മാംഗോ ചില്ലീൻ്റെ ഓൾക്ക് ഒഴിച്ച്. പിന്നെ ഇതിലൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 460 ഈ സാധനം കഴിക്കാൻ ഞങ്ങൾ ഏകദേശം ഒരു 250 രൂപേൻ്റെ ലെയിമും ടച്ചിങ്സ്, അതായത് ഫ്രൂട്ട്സാണ് മേടിച്ചത്, എല്ലാം കൂടെ ഞങ്ങളൊരു 350 വരെ ചിലവാക്കി. നമുക്ക് കഥയിലോട്ട് വരാം. ഈ ക്ലാസ്സിൽ ഇതേപോലെ മാംഗോ ചില്ലീൻ്റെ ഇത് ഒഴിച്ചിട്ട് നല്ല തണുത്തിട്ട് കുറേ പഞ്ചാരയും കുറച്ച് ഉപ്പും ഇഞ്ചിയോടും ഇട്ടിട്ട് അടിച്ചാൽ ആ ലെയിം അതിലോട്ട് ഒഴിക്കണം കേട്ടോ. എന്നിട്ടങ്ങ് കുടിക്കണം. എന്നാ ടേസ്റ്റാടാ. ഒരു ജ്യൂസ് അല്ലെങ്കിൽ നല്ലൊരു വൈൻ കുടിച്ചതിനേക്കാളും ഫീലാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫാനായിപ്പോയി. ഒടുക്കം 1 പെഗ്ഗായി, 2ആയി, 3ആയി, 4ആയി, എണ്ണമില്ലാതെ ഒരു 7-8 പെഗ്ഗോളം പോയി. ഒടുക്കം വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഓണമല്ലേ. ഒടുക്കം ഞാൻ പിന്നെ എന്ത് ചെയ്ത് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയി കയറി കിടന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അത്ര ടേസ്റ്റ് അല്ലെങ്കിൽ അത്ര, സത്യം പറയാമല്ലോ, ശരിക്കൊരു ഓൾക്കെ കുടിച്ച ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഒരു നല്ല മൊഹിത്ത കുടിച്ചൊരു ടേസ്റ്റൊക്കെ ആയിരുന്നേ. പിന്നെ ഇന്ന് ടച്ചിങ്സ് എല്ലാം നാച്ചുറലായിരുന്നു. പൈനാപ്പിളും വാട്ടർമെലനും ആയിരുന്നു. അതിനോടൊപ്പം ഇത് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. ഒടുക്കം കുർക്കുറയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്നിപ്പോൾ കുർക്കുറ വേണ്ട, ഇന്നിപ്പോൾ എല്ലാം നാച്ചുറലാക്കാമെന്ന് തീരുമാനിച്ച് ഒടുക്കം വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് ഇറങ്ങി. പിന്നെ ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമാണ്. കാര്യം മൈസൂരിൽ നിന്ന് എനിക്ക് വേറൊരു ജോലിക്ക് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. നല്ലൊരു സാലറി പാക്കേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തിരിച്ച് മൈസൂരോട്ട് പോകും. പിന്നെ ഇന്ന് ഞാൻ ഈ കുടിച്ച ഇവിടെ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാരണം ഞാൻ വലിയ മദ്യപാനി ആവണമെന്നൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പിന്നെ മദ്യം കഴിക്കണേലൊന്നും പ്രശ്നമില്ല. കഴിച്ചിട്ട് ആരെയും മണ്ടേ കയറായിരുന്നാൽ മതി. ഒടുക്കം എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാത്ത ചോറ് ഇവിടെ പോയി വെച്ചിട്ടുണ്ട്. അതും കഴിച്ച് ഞാൻ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.